T20 വേൾഡ് കപ്പ് സൂപ്പർ 8-ലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടാവുമെന്ന് വിലയിരുത്തപ്പെട്ട വമ്പനടിക്കാരനായ ബാറ്റർ ശിവൻ ദുബെയുടെ ഫ്ലോപ്പ് ഷോ തുടരുകയാണ്. നേരത്തെ അമേരിക്കയിലെ ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസിലെ സൂപ്പർ 8-ലെങ്കിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാനുമായുള്ള സൂപ്പർ 8-ലെ ആദ്യ പോരാട്ടത്തിലും ദുബെ ദുരന്തമായി മാറി. 7 ബോളുകൾ നേരിട്ട അദ്ദേഹം ഒരു സിക്സർ അടക്കം 10 റൺസ് മാത്രമെടുത്താണ് മടങ്ങിയത്. മധ്യ ഓവറുകളിൽ സ്പിന്നർമാരുടെ അന്തകനെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദുബെയെ ഈ കളിയിൽ പുറത്താക്കിയത് സ്റ്റാർ സ്പിന്നറും അഫ്ഗാൻ ക്യാപ്റ്റനുമായ റാഷിദ് ഖാനാണ്. വിരാട് കോഹ്ലിയുടെ പുറത്താവലിന് ശേഷം 9ാമത്തെ ഓവറിലാണ് ദുബെ ക്രീസിലെത്തിയത്. തൊട്ടടുത്ത ഓവറിലെ 3ാമത്തെ ബോളിൽ നൂർ അഹമ്മദിനെതിരെ കിടിലിനൊരു സിക്സർ പായിക്കാൻ ദുബൈക്കായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ IPL-ൽ കണ്ട അപകടകാരിയായ ദുബെയെ ഈ മത്സരത്തിലും കാണാമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. 11ാം ഓവറിൽ അദ്ദേഹത്തെ റാഷിദ് മടക്കി. ഒരു വേഗമേറിയ ലെഗ് ബ്രേക്കായിരുന്നു റാഷിദ് എറിഞ്ഞത്. ദുബൈക്ക് പ്രതികരിക്കാൻ സാധിക്കും മുമ്പ് ബോൾ പാഡിൽ പതിക്കുകയും ചെയ്തു. അമ്പയർ ഔട്ട് നൽകിയില്ലെങ്കിലും റാഷിദ് റിവ്യൂ എടുത്തതോടെ ദുബൈയുടെ ചീട്ട് കീറുകയായിരുന്നു. ടൂർണമെന്റിൽ ഇതിനോടകം കളിച്ച 4 ഇന്നിംഗ്സുകളിൽ നിന്നും ദുബൈക്ക് സ്കോർ ചെയ്യാനായത് വെറും 44 റൺസ് മാത്രമാണ്. 22 എന്ന മോശം ശരാശരിയിൽ 83 സ്ട്രൈക്ക് റേറ്റിലുമാണിത്. ഒരു ഫോറും 2 സിക്സറും മാത്രമാണ് ദുബൈക്ക് ഇതിനകം നേടാനായത്. അമേരിക്കക്കെതിരെ പുറത്താവാതെ 31 റൺസ് നേടിയതാണ് ദുബൈയുടെ ഒരു ഭേദപ്പെട്ട പ്രകടനം. അതിനുശേഷം ദുബൈ ഫോം കണ്ടെത്തിയെന്ന് കരുതിയെങ്കിലും അഫ്ഗാനെതിരെ വീണ്ടും ഫ്ലോപ്പ് ആവുകയായിരുന്നു. അഫ്ഗാനുമായുള്ള ഈ മത്സരത്തിൽ ദുബൈക്ക് പകരം മലയാളി താരം സഞ്ജു സാംസണിനെ കളിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ശക്തമായിരുന്നു. കാരണം ബാറ്റിംഗിൽ തപ്പിത്തടയുന്ന ദുബൈയെ ബൗളിംഗിൽ ടീം അധികം ഉപയോഗിക്കുകയും ചെയ്തിരുന്നില്ല. അഫ്ഗാനുമായുള്ള ഈ മത്സരത്തിലും രോഹിത് ശർമ്മ ദുബൈക്ക് ബോൾ ചെയ്യാൻ അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഫ്ഗാനെതിരെയുള്ള മത്സരത്തിൽ ദുബൈയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം ദുബൈക്ക് പകരം സഞ്ജുവിന് ഇനിയൊരു അവസരം നൽകി നോക്കൂ എന്ന് ശ്രീശാന്ത് അടക്കം കമന്ററി ബോക്സിൽ നിന്നും പറഞ്ഞിരുന്നു. ശിവൻ ദുബൈയെ വെച്ചുള്ള ഈ പരീക്ഷണം ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഇനിയും നിർത്താനായില്ലേ? ഒരാൾക്ക് ഫോം വീണ്ടെടുക്കാൻ നിങ്ങൾ എത്ര അവസരം നൽകും? ദുബൈയുടെ സ്ഥാനത്ത് സഞ്ജു സാംസൺ ആണെങ്കിൽ ഒരു ഇന്നിംഗ്സിൽ ഫ്ലോപ്പായാൽ തൊട്ടടുത്ത കളിയിൽ നിങ്ങൾ ഒഴിവാക്കും. ഓരോ താരങ്ങൾക്കും വ്യത്യസ്ത നീതിയാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി സൂപ്പർ 8-ലെ ഇന്ത്യയുടെ അടുത്ത മത്സരം ബംഗ്ലാദേശിനെതിരെയാണ്. ആ മത്സരത്തിൽ സഞ്ജു സാംസണിന് ദുബൈക്ക് പകരം അവസരം ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ദുബൈയുടെ സ്ഥാനത്ത് സഞ്ജുവിന് അവസരം നൽകുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.